റമദാൻ മാസത്തിൽ നമ്മൾ ഇപ്പൊ നിയത്തെടുക്ക്, ഇപ്പോൾ നിയത്തെടുക്ക്. ഒരു 3 ഖത്തം കുറഞ്ഞത് ഞാൻ റമദാനിൽ ഓതി തീർക്കും. ഒരു ദിവസം 3 ജുസു പറ്റോ? നിയത്ത് ചെയ്തവരൊന്ന് കൈപൊക്കുക. അങ്ങനെ പറ്റുമെങ്കിലേ പൊക്കാവൂ. നടക്കോ? ഒരു ദിവസം 3 ജുസു റമദാനിൽ അൽഹംദുലില്ലാഹ് ഒരു 3 ഖത്തം എനിക്കെങ്കിലും തീർക്കണം. ആഗ്രഹമുള്ളോ താല്പര്യമുള്ളവരുണ്ട് കൈവക്ക്. സഹോദരി നടക്ക്. അവളെ ഒരുക്ക ഏറ്റെടുത്ത്. ഇതൊക്കെ ഉള്ളൂ ഈ പ്രസംഗം നടക്കുള്ളൂ. നമ്മൾ 30 വർഷമായിട്ട് പ്രസംഗിക്കുക. ഞാൻ നന്നായില്ല, പിന്നെ ഈ പ്രസംഗം കേൾക്കുന്ന ആളുകൾ നന്നാവും. വല്ല ഫായിദ ഉണ്ടോ? അതാണ് കുഴപ്പം. 100 ആയത്ത് ഓതാതെ ഒരു ദിവസം ഉറങ്ങാൻ പാടില്ല. 100 ആയത്ത് ഒരു ദിവസം. നമ്മൾ ഖുർആനോടുള്ള ഹക്കാണ്. ഒരു ദിവസം നമ്മൾ ഉറങ്ങണമെങ്കിൽ 100 ആയത്ത് ഓതിയിരിക്കണം. ഇല്ലെങ്കിൽ യജീഉൽ ഖുർആനു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഖുർആൻ അല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറയും, യാ റബ്ബി, പടച്ചവനെ, ഹറഖൂനി മസ്സഖൂനി, എന്നെ കത്തിച്ചു കളഞ്ഞവർ, എന്നെ കീറിക്കളഞ്ഞവർ ഈ സമുദായമാണ്. സംഘപരിവാരെ നോക്കിയിട്ടല്ല പറയുന്നത്, RSS കാരെ നോക്കിയിട്ടല്ല പറയുന്നത്, മുസ്ലിങ്ങളെ നോക്കിയിട്ടല്ല പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് അല്ലാഹു വിളിച്ച് അല്ലാഹു ആദരിച്ച ഈ സത്യവിശ്വാസികൾ പരിശുദ്ധമായ ഖുർആനിനെ അവഗണിച്ചിട്ടാണ് അവർ നടന്നതെങ്കിൽ ഈ ഖുർആൻ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വന്നിട്ട് പറയും, ഹറഖൂനി മസ്സഖൂനി, എന്നെ കത്തിച്ച് കീറി ചാമ്പലാക്കിയത് ഈ സമുദായമാണ് അല്ലാഹ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, യാ ഖാലർ റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പടച്ചവനെ, എന്റെ സമുദായം ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞല്ലോ അല്ലാഹ്. ഒരസുഖം വന്നാൽ ചികിത്സിക്കേണ്ടത് ഖുർആൻ കൊണ്ടാണ്. ആദ്യം ചികിത്സിക്കേണ്ടത് ഖുർആൻ കൊണ്ടാണ്. തഫ്സീറുണ്ട്, പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു രോഗം വന്നാൽ നമുക്കതിന് ചികിത്സ ഖുർആനിലുണ്ട്. പക്ഷെ നമ്മളത് നോക്കാറില്ല, അത് അന്വേഷിക്കാറില്ല. 6 ഷിഫായിന്റെ ആയത്ത് അല്ലാഹു തആല നമുക്കവിടെ പഠിപ്പിച്ചിരുന്നുണ്ട് പരിശുദ്ധമായ ഖുർആനിൽ. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു പേര് തന്നെയുണ്ട്. അത് ഓതിയാൽ നിങ്ങൾക്ക് ശിഫ ഉണ്ടാകുമെന്ന്. നമുക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ശിഫയാകുന്നില്ല. ക്യാൻസറിന്റെ മരുന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്തുൽ മുൽക്കിലെ 14-ാമത്തെ ആയത്ത്, അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഓത്. സൂറത്തുൽ ഇഖ്ലാസ് ഓത്. ഗർഭിണികളായ പെണ്ണുങ്ങളുടെ പ്രസവം സുഖപ്രസവമാകാൻ, നല്ല പ്രസവമാകാൻ, റാഹത്തായ പ്രസവമാകാൻ. ലമ്മാ ദനത് വിലാദത്ത് ഫാത്തിമ, ഫാത്തിമയുടെ പ്രസവം അടുത്ത സമയത്ത് അമറഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയോട് കൽപ്പിച്ചു, മോളെ ആയത്തുൽ കുർസി ഓത്. സൂറത്ത് യൂനുസിലെ 3-ാമത്തെ ആയത്തോത്, ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള എന്ന് തുടങ്ങുന്ന ആ ഒരു ആയത്തോത്. സൂറത്തുൽ ഫലഖ് ഓത്, സൂറത്തുൻ നാസ് ഓത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്താണ്, പ്രസവ സമയമാകുമ്പോൾ നീ അത് ഓത്, നിന്റെ പ്രസവം എളുപ്പമാവും. അവരൊക്കെ സിസേറിയൻ ചെയ്തതായിട്ടൊന്നും ഹദീസിലൊന്നും കാണാനില്ല. സിസേറിയൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഹദീസിൽ ഒന്നനെ. അവരൊക്കെ പ്രസവിക്കുകയാണ് ചെയ്തത്. കടം മാറാൻ, എല്ലാ ദിവസവും നിങ്ങൾ ദാരിദ്ര്യത്തിൽ പെട്ടുപോകാതിരിക്കാൻ, കടം മാറാൻ, ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ, പട്ടിണി കിടക്കാതിരിക്കാൻ നിങ്ങൾ ദിവസം തോറും സൂറത്തുൽ വാഖിയ ഓത്. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് മക്കളോട് സൂറത്തുൽ വാഖിയ ഓതാൻ പറ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സുഖമില്ലാതെ കിടക്കുകയാണ്. 8 പെൺമക്കളാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് 8 പെൺമക്കളാണ്. അദ്ദേഹം സുഖമില്ലാതെ കിടക്കുമ്പോ, അതായത് വഫാത്തിനോട്, മരണത്തോട് അടുത്ത് കിടക്കുന്ന സമയം, അന്ന് അമീറായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇദ്ദേഹത്തെ രോഗസന്ദർശനം നടത്താൻ വേണ്ടി വന്നു. രോഗസന്ദർശനം നടത്താൻ വന്നപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, നിങ്ങൾക്ക് 8 പെൺമക്കളല്ലേ, നിങ്ങൾ വളരെ വിഷമത്തിലും വളരെ പ്രയാസത്തിലുമായിരിക്കും, വളരെ രോഗാവസ്ഥയിലാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ നിങ്ങളുടെ പേർക്ക് ഞാൻ എഴുതി തരാം. 8 പെൺമക്കളാണ്. ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ നിങ്ങളുടെ പേരിൽ എഴുതി തരാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ കിടക്കയിൽ കിടന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ട. എന്തെന്നറിയോ? ഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ഖറഅ സൂറത്തുൽ വാഖിയ കുല്ല ലൈലത്തിൻ ലം യുസിബുഹു ഫഖ്റുൻ വഫാഖ ഔ കമാ ഖാല അലൈഹിസ്സലാം. അമീറുൽ മുഅ്മിനീൻ, എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്.
സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ അവർക്ക് ദാരിദ്ര്യമോ പട്ടിണിയോ ഉണ്ടാവൂല എന്ന് എന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ 8 പെമ്മക്കൾക്കും ഞാൻ സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ ഓതുന്നുണ്ട്, അവർ പട്ടിണിയാവൂല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ മക്കളെ ഓദിക്കാറുണ്ടോ? എന്നിട്ട് വാപ്പാക്ക് പട്ടിണി, വാപ്പാക്ക് ദാരിദ്ര്യം, വാപ്പാക്ക് ലോണ്, കടം. മക്കൾ ആരാ ഓതുന്നത്? ഏത് ഉമ്മമാര് പറയുന്നുണ്ട്, എടി പെട്ടെന്ന് ഖുർആൻ എടുത്ത് വെച്ചോത്. പണ്ട് പറയും മഗ്‌രിബിന്റെ സമയമാകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്, ദിക്ർ ചൊല്ല്, ഖുർആനോത്, യാസീനോ എന്നൊക്കെ പണ്ട് പറയും. ഇവ പണ്ട് പറയും 6:30 മോളെ അത് പെട്ടെന്ന് ഓണാക്കും മോളെ. മറ്റേ സീരിയൽ തുടങ്ങുന്ന സമയം 6:30 മാരുടെ സമയം, അത് നോണാക്കും മോളെ, പെട്ടെന്ന് ഓണാക്കും മോളെ. അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്ന സംഭവം. 9:30 വരെ ആളുണ്ട്. 6:30, 7:30, 8:30, 9 3 മണിക്കൂർ മഹത്തായ മുബാറക്കായ മജ്ലിസിൽ എല്ലാവരും ഉമ്മ മക്കളും അടക്കം ഇരുന്ന് വാഖിറു ദഅവാന സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി അല്ലാഹ്. അതിൽ കരയുന്നവരുണ്ട്, ചിരിക്കുന്നവരുണ്ട്. അത് കണ്ടിട്ട് ഇത്ര സംഭവം എന്നിട്ട് ദാരിദ്ര്യം പോലെ സുബൈ നിസ്കരിക്കാതെ കിടന്നുറങ്ങും. സുബൈ നിസ്കരിക്കാതെ കിടന്നുറങ്ങും. വല്ലാഹി സത്യം, സുബൈ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവർക്ക് അവർക്ക് ദാരിദ്ര്യമാണ്, അവർക്ക് നാശമാണ്, അവർക്ക് അന്നത്തെ ദിവസം നെഹ്സ് ഇടങ്ങേറ്. സുബൈക്കരിക്കൂല, പള്ളിയിൽ പോകൂല, കിണറ് കുത്താൻ നേരത്ത് ഈ ദിവസം കൊള്ളാം, ദിവസം കൊള്ളാം, പെടുത്താൻ പോലും കഴിയൂല. എന്റെ മോടെ കല്യാണമാണ് 21-ാം തീയതി. ഉസ്താദ് കൊള്ളാവോ നോക്കും. ഇതെന്താ അള്ളാഹു കൊള്ളാവുന്ന ഡേറ്റൊക്കെ നമ്മളെ ഏൽപ്പിച്ചേക്കാണ്. നീ നിസ്കരിച്ചോ സുബൈ? നീ സുബൈ നിസ്കരിച്ചോ? നീ സുബൈ നിസ്കരിക്കാതെ ഈ ദിവസം നീ നോക്കുന്നേ? സുബൈ നിസ്കരിക്കാതെ വണ്ടി എടുക്കാൻ പോ. ലോൺ കൊടുത്ത് വണ്ടി എടുത്തു, ലോൺ എടുത്തു. ഓട്ടോറിക്ഷ, പുതിയൊരു ഓട്ടോറിക്ഷ, 3 ലക്ഷം രൂപയുടെ ഓട്ടോറിക്ഷ, 2 ലക്ഷം രൂപ ലോൺ, 1 ലക്ഷം രൂപ പെണ്ണുമ്പിള്ളയുടെ താലി പണയം വെച്ചുകൊണ്ട് എടുത്ത്, അതും പണയം വെച്ചിട്ട് എടുത്ത് ഉസ്താദേ വണ്ടി എടുക്കാൻ പറ്റിയ സമയം പുറത്തെടുക്കാൻ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉസ്താദേ പുറത്തെടുക്കാൻ പറ്റിയ സമയം ഏതാ? സംഭവം മൊത്തം പലിശയുടെ മുകളിലാണ്. എന്നിട്ട് നേരെ പള്ളിയിൽ കൊണ്ടുവരും. ഉസ്താദ് കയറിയിരുന്ന അല്ലാഹു ഈ പലിശയ്ക്ക് ബർക്കത്തിയാണെ ഉടച്ചോനെ, ഈ പലിശയുടെ വണ്ടിയിൽ ഹയറിയാണ്. ഇല്ലേ? സംഭവം ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് ബർക്കത്ത് ഇതിലുണ്ടാവുക? ലോൺ എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് എന്ത് മീൻ കച്ചവടം ചെയ്യുന്ന ലോൺ എടുത്ത് വണ്ടി എടുത്ത് പെട്ടിയോട്ടോ എന്ന് കടം തീരും? ലോൺ എടുത്തിട്ട് മക്കളുടെ കല്യാണം അടിച്ചു പൊളിക്കും, ഗാനമേള അടിച്ചു പൊളിക്കും. എന്ന് നിങ്ങളുടെ ഇടങ്ങേറ് തീരും? എന്ന് നിങ്ങളുടെ ദാരിദ്ര്യം തീരും? ഒരിക്കലും തീരൂല. ബർക്കത്തുണ്ടാവൂല. എവിടെ ബർക്കത്ത്? എവിടെ ബർക്കത്ത്? നിങ്ങൾക്ക് ബർക്കത്ത് ഉണ്ടാകണോ? സുബഹി നമസ്കരിക്കുക. സുബഹി നമസ്കരിച്ചിരുന്ന യാസീനോത്. സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വസ് സമീഉൽ അലീം 3 പ്രാവശ്യം വീതം പറ. മഗ്രിബ് വരെ അല്ലാഹു നിന്റെ സംരക്ഷണം ഏറ്റെടുക്കും. മഗ്രിബ് മുതൽ നീ ബാക്കി ഓതാനുള്ളത് ഓത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സൂറത്തുൽ മുൽക്ക് ഓതും, സൂറത്തുൽ വാഖിഅ ഓതും, സൂറത്തുൽ ദുഖാൻ ഓതും, സൂറത്തുൽ സജ്ദ ഓതും. നമ്മൾ എവിടെ ഓതി? സൂറത്തുൽ ദുഖാൻ ഓതിയാൽ ലാ യദ്ഖുലുൻ നാറ, നരകത്തിൽ പ്രവേശിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഖമർ ഓത്. മൻ ഖറഅ സൂറത്തുൽ ഖമരി ലൈലതൻ ഗിബ്ബൻ, ഇടയ്ക്കിടയ്ക്കോ എല്ലാ രാത്രിയോ ഒന്നിടവിട്ടോ ആരെങ്കിലും സൂറത്തുൽ ഖമർ പാരായണം ചെയ്താൽ ലഖിയല്ലാഹു തആല വവജ്ഹുഹു ഖൽ ഖമരി ലൈലത്തുൽ ബദർ, 14 രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖവുമായിട്ട് അല്ലാഹു കണ്ടുമുട്ടാൻ ഇവന് കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സൂറത്തുൽ ഖമർ ഓത്. സൂറത്തുർ റഹ്മാൻ ഓത്. കല്യാണം നടക്കണോ? കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആലിന്റെ മൂലയിൽ മണ്ടയിൽ കൊണ്ടുപോയി തൊട്ടി കെട്ടിയിട്ടൊന്നും കാര്യമില്ല. അവിടെ കൊണ്ട് പട്ടി കെട്ടി വെച്ചിട്ട് കാര്യമില്ല. കല്യാണം നടക്കണോ? നല്ല നിയത്തോടെ ഇബാദത്ത് ചെയ്ത് ഖുർആനിലൂടെ നിന്റെ കല്യാണം അല്ലാഹു നടത്തി തരും. സൂറത്തുർ റഹ്മാൻ നീ പാരായണം ചെയ്യ്. സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യ്. നരകത്തിൽ പോകാതെ ഖബർ മുതൽ നിനക്ക് സ്വർഗം വരെ അല്ലാഹു നിന്നെ സംരക്ഷിക്കണോ? ഖബറിൽ ആരും നിന്നെ സഹായിക്കാനുണ്ടാവില്ല. ആ ഖബറിൽ നിനക്ക് സംരക്ഷണം വേണമെങ്കിൽ സൂറത്തുൽ മുൽക്ക് ദിവസം തോറും ഓതിയിട്ട് കിടക്ക്. സൂറത്തുൽ മുൽക്ക് ഓത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നി വജത്തു ഫീ കിതാബില്ലാഹി സൂറത്തൻ വഹിയ 30 ആയ മൻ ഖറഅഹാ ഇൻദ നൗമിഹി കുതിബ ലഹു 30 ഹസന വമുഹിയ അൻഹു 30 സയ്യിഅ വറുഫിഅ ലഹു 30 ദറജ വബഅസ അല്ലാഹു ഇലൈഹി മലകൻ മിനൽ മലായിക ലിയഹ്ഫളഹു മിൻ കുല്ലി ഷൈഇൻ ഹത്താ യസ്തൈഖിള വഹുവ തുജാദിലു വഹുവ
വഹുവ മുജാദിലത്തുൻ തുജാദിലു അൻ സാഹിബിഹാ ഫീ ഖബ്രിഹി ഔ കമാ ഖാല അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് കാണുകയുണ്ടായി. ആ സൂറത്ത് 30 ആയത്താണ്. ആരെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് അത് പാരായണം ചെയ്താൽ 30 നന്മ അല്ലാഹു തആല അവന്റെ പേരിൽ രേഖപ്പെടുത്തും. 30 തെറ്റുകൾ ഡിലീറ്റ് ആക്കി കളയും. ക്ലിയർ ചാറ്റ് അടിക്കും. ഇന്ന് നമ്മൾ ചെയ്ത 30 തെറ്റ് അല്ലാഹു എടുത്തു കളയും. 30 പദവി അല്ലാഹു സ്വർഗ്ഗത്തിൽ അവന് ഉയർത്തി കൊടുക്കും. മാത്രമല്ല, രാത്രി അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ മലാഖമാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മലക്കിനെ അല്ലാഹു അവന്റെ ബെഡ്റൂമിലേക്ക് അയച്ചിട്ട് അവനെ സുബഹി വരെ, നേരം വെളുക്കും വരെ എല്ലാ ഇടങ്കേറിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരു മലക്കിനെ അല്ലാഹു തആല ഏർപ്പെടുത്തി കൊടുക്കും. മാത്രമല്ല, ഈ ദുനിയാവിൽ നിന്ന് അവൻ മരിച്ചുപോയി, അവൻ ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ വന്ന് കിടക്കുമ്പോ എല്ലാവരും അവനെ വിട്ട് പിരിയുന്ന സമയത്ത് ആ ഖബറിന്റെ ഉള്ളിലത്തെ ചോദ്യത്തിൽ നിന്നും ഇടങ്ങേറിൽ നിന്നും ഇവനെ സംരക്ഷിക്കാൻ ഈ സൂറത്തുൽ മുൽക്ക് വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖബറിൽ രക്ഷ വേണമെങ്കിൽ സൂറത്തുൽ മുൽക്ക് ഓതിട്ടിട. രാത്രി തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ രാത്രി ഓതിട്ട് കിടക്കണം. കടം വരാതിരിക്കണമെങ്കിൽ സൂറത്തുൽ വാഖിയ ഓതണം. രോഗം വരാതിരിക്കണമെങ്കിൽ സൂറത്ത് യാസീൻ ഓതണം. ശൈത്താൻ പോണെങ്കിൽ സൂറത്തുൽ ബഖറ ഓതണം. വീട്ടില് സൂറത്തുൽ ബഖറ ഓതണം. എല്ലാ ദിവസവും 2.5 ജുസുവാ. ഇത്തിരി പണിയുള്ള കാര്യമാണ്. ഇതൊക്കെ ചുമ്മാ ഒരു തകടും കൂടി തീരുന്ന കാര്യമല്ല. ഇത് പെട്ടെന്ന് തകടും കൂടിനകത്ത് തീർക്കാറാണ് നമ്മൾ നോക്കുന്നത്. സൂറത്തുൽ ബഖറ 2.5 ജുസ് മക്കളെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. എല്ലാവർക്കും ചേർത്തിട്ട് വാപ്പ ഒരു ജുസോത്, ഉമ്മ ഒരു ജുസോത്, മക്കൾ ഒരു ജുസോത്, അല്ലെങ്കിൽ എല്ലാം കുറച്ചിരുന്ന് ഉറക്കവത്, വീട്ടിൽ ഉറക്കവത്. ശൈത്താൻ അവിടുന്ന് പമ്പ കിടക്കും. ഉറക്കവോത് സൂറത്തുൽ ബഖറ. എന്തിനാ പേടിക്കുന്നത്? രോഗം മാറാൻ, ദാരിദ്ര്യം മാറാൻ, കടം മാറാൻ, വിഷമം മാറാൻ, പ്രയാസങ്ങൾ മാറാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന സമയത്ത് നബിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കര മനപ്രയാസമായിരുന്നു. പടച്ചവനെ, ഞാൻ മദീനയിൽ പോയാൽ എന്നെ ആര് സംരക്ഷിക്കാനാണ്? ആരെന്നെ ഏറ്റെടുക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയത്തിറങ്ങി, അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. മുഹമ്മദേ, ഓതിക്കോ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്ക്, സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്ക്, ആ നമസ്കാരം കഴിഞ്ഞ് സുബഹി നിസ്കരിക്ക്, സുബഹി കഴിഞ്ഞ് ഖുർആൻ ഓത്. ഈ ഖുർആൻ ഓതുന്നതിലൂടെ നിനക്ക് പരിപൂർണമായ സമാധാനം ഉണ്ടാകും. പരിപൂർണമായ സമാധാനം ഉണ്ടാകും. അല്ലാഹ് ഇറക്കിയ ആയത്താണ്. ഈ ഖുർആൻ ഓതിയാൽ നമുക്ക് സമാധാനം ഉണ്ടാകും, നിസ്കരിച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടാകും. അല്ലാഹ് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ മദീനയിൽ എത്തിയപ്പോ നബി തങ്ങൾക്ക് ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, എല്ലാ നിലയ്ക്കും സമസ്ത മണ്ഡലങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിൽ നബി തങ്ങൾക്ക് വിജയിപ്പിച്ചു കൊടുത്തു. മദീനയുടെ മണവാളനായി ഇന്നും അവിടെ കഴിഞ്ഞുകൊടുന്നു. മാ ബൈന ഖബ്രി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗമാണെന്ന് പറയുന്നു. ഖുർആൻ ഓതിന്റെ മഹത്വമാണ്. ഇഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതി നിങ്ങളുടെ വീടുകളിൽ. ഖുർആൻ ഓത്. 100 ആയത്തെങ്കിലും ഓതിയില്ലെങ്കിൽ ഈ ഖുർആൻ നമ്മളെ ശപിക്കും. നമ്മുടെ വീട്ടിൽ ഇരുന്ന് ശപിക്കും ഈ ഖുർആൻ. ഫമൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന വമൻ ജഅലഹു വറാഅഹു സാഖഹു ഇലൻ നാർ. ഖുർആനിനെ മുന്നിൽ നിർത്തിയിട്ട് അതിന്റെ പിന്നിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ ഈ ഖുർആൻ ഇമാമായി നിന്ന് നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടെത്തിക്കും. മറിച്ച് ഖുർആൻ പൊതിഞ്ഞ് ഷോക്കേസിൽ വെച്ചിട്ട് അതിന്റെ മുന്നിലൂടെ നമ്മളെ വിളയാട്ടം, അവിടുത്തെ കളിയും ചിരിയുമാണെങ്കിൽ ആ ഖുർആൻ നമ്മളെ തള്ളി നരകത്തിൽ കൊണ്ടിടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഖുർആൻ ഞാൻ 3 ജുസ് ഓതാൻ പറ്റില്ലെങ്കിൽ 1 ജുസെങ്കിലും ഓതിക്കൂടെ? അല്ല, 1 ഖത്തെങ്കിലും ഒരു ദിവസം 1 ജുസ് ഓതിക്കൂടെ? എന്താ 1 ജുസ് ഓതോ? 1 ഖത്തം തീർക്കാമോ? ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ 1 ഖത്തം തീർക്കാം. എളുപ്പം ഒരു വഴി പറഞ്ഞുതരാം. സുബഹി നിസ്കാരം കഴിഞ്ഞ് 2 പേപ്പർ, മൊത്തം 10 പേപ്പർ, 1 ജുസ് 10 പേപ്പർ. സുബഹി നമസ്കാരം കഴിഞ്ഞ് 2 പേപ്പർ. ജസ്റ്റ് വാട്സപ്പിൽ തിരിയുന്നത് പോലെ തിരിഞ്ഞാൽ മതി. വാട്സപ്പ് സെർച്ച് ചെയ്യുന്ന പോലെ ചുമ്മാ സെർച്ച് ചെയ്താൽ 2 പേപ്പർ. സുബഹി നമസ്കാരം കഴിഞ്ഞ് എന്നിട്ട് പോയി കിടന്നുറങ്ങി. ളുഹർ നിസ്കാരം കഴിഞ്ഞ് 2 പേപ്പർ. അസർ കഴിഞ്ഞ് ഒരു 2 പേപ്പർ, 5 മിനിറ്റ്, 5 മിനിറ്റ് 2 പേപ്പർ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് നോമ്പ് തുറക്കുന്ന സമയമാണ്. നോമ്പ് തുറന്നിട്ട് നോമ്പ് തുറന്നു കഴിഞ്ഞ് തറാവീഹിന് പോകുന്നതിന് മുമ്പ് സമയമുണ്ടല്ലോ. നേരത്തെ ഒതുവൊക്കെ എടുത്ത് റായത്തെ തറാവീഹിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് മൊബൈൽ നോക്കാൻ സമയം. ഏത് നിസ്കാരത്തിലാണെങ്കിലും നിസ്കാരത്തിലാ പിന്നെ വിളിക്കാം കേട്ടോ.
നിസ്കാരത്തിലാണ് ഒരാൾ മൊബൈൽ, ഞങ്ങളുടെ പള്ളിയിൽ ഒരാൾ മൊബൈൽ, തമ്പുരാനെ നിസ്കാരത്തിലാണ് പിന്നെ വിളിക്കാം മൊബൈൽ. അത് നോക്കാൻ ആർക്കും വിഷമമില്ല, ഒരു പ്രയാസവും ഇല്ല. റമദാനിലെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചേക്കും. തറാവി നിസ്കരിക്കും മൊബൈൽ ഫ്രണ്ടിൽ. ഉസല്ലിലിൽ ജവാൽ, മൊബൈലിന് വേണ്ടി നിസ്കരിക്കുന്നുള്ള നിയത്തിലാണ്. അതിങ്ങനെ ബ്ലിങ്കിങ് അടിക്കും. ഈ ബ്ലിങ്കിങ് അടിക്കുമ്പോൾ അറിയാം ആരാ വിളിക്കുന്നുള്ളത്. 2 റക്അത്ത് കഴിഞ്ഞ് മെല്ലെ അതും പൊക്കി എടുത്തിട്ട് അങ്ങോട്ട് പോകും. ഈ ഭണ്ഡാര ഓഫാക്കി വെക്കണം ഈ സമയത്ത്. അത് എടുക്ക, എങ്ങനെങ്കിലും എമർജൻസി കോൾ വരും. എങ്ങനെ നമുക്ക് പിന്നെ നിസ്കാരം അവിടെ പോയി 2 റക്അത്ത് പോയത് ഓഫാക്കി വെച്ചാൽ തീർന്നു. യാ അല്ലാഹ്, നേരത്തെ റമദാനിന്റെ മുന്നൊരുക്കം, നേരത്തെ ശഅബാനിന്റെ അവസാനത്തെ ഒരു 2-3 ദിവസം മുമ്പ് നിങ്ങൾ പറയണം, ഹലോ പിന്നെ ഈ 1 മാസം ഇനി എന്നെ കിട്ടാൻ വലിയ പാടാ കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേരത്തെ ഒരു മെസ്സേജ് ഇട്ടേച്ചാൽ മതി, ഞാൻ പിന്നെ എപ്പോഴും സൗകര്യം പോലെ നിങ്ങൾ വിളിച്ചാൽ ഒന്നും കിട്ടൂല. കച്ചവടക്കാരും ബിസിനസ്സുകാരും കാമുകന്മാരൊക്കെ ആദ്യം നേരത്തെ സെറ്റാക്കി വെച്ചേരെ, എല്ലാം സെറ്റ് ഓക്കെ ആക്കി വെച്ചേക്കണം. പിന്നെ റമദാൻ മാസത്തിൽ കിടന്ന് ആ നല്ല മുബാറക്കായ മാസത്തിന്റെ രാപ്പകലുകൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. എനിക്കതേ പറയാനുള്ളൂ. അതുകൊണ്ട് 2 പേപ്പർ അസർ, 2 പേപ്പർ മഗ്രിബ്, 2 പേപ്പർ ഇശ, തീർന്നായി 2:10, ഒരു ജുസുആയി. ഈസി അല്ലേ? ഈസി അല്ലേ? ഈസി അല്ലേ? ഓത്, എല്ലാ ദിവസവും ഓത്. ഈ ഖുർആനുമായിട്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. 2 പേപ്പർ, ജസ്റ്റ് 5 മിനിറ്റ്, 5 മിനിറ്റ് ഉള്ളി. അപ്പൊ 25 മിനിറ്റ് ആയി, നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം. ഒരു ജുസ് ഓതി തീർക്കാൻ പറ്റും. അതുകൊണ്ട് റമദാൻ മാസത്തിൽ ഖുർആൻ പാരായണം നമ്മൾ നടത്തണം. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പറയാം എല്ലാവരും. കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യണം, കൂടുതൽ തൗബ ചെയ്യണം, കൂടുതൽ തൗബ ചെയ്യണം. നമുക്ക് റമദാനിൽ കിട്ടിയ ഒരു ചാൻസ് ആണ്, റമദാനിൽ കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് റമദാൻ വരുന്നതിന് മുമ്പേ നമ്മൾ അതിന്റെ തലേ ദിവസമേ ഇരുന്നിട്ട് ഇതെല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ നിയത്ത് ചെയ്ത് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഇൻഷാ അല്ലാഹ് റബ്ബേ ഈ ഒരു മാസം എനിക്ക് റാഹത്ത്, അതിനാണ് ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഈ റജബിൽ ശഅബാൻ ബർക്കത്ത് ചെയ്യണേ എന്ന് പറഞ്ഞാല് ഇബാദത്ത് ചെയ്യാനും ഖുർആൻ ഓതാനും റമദാനിനെ തയ്യാറാക്കാൻ ഒരു പ്രതിജ്ഞ എടുക്കാനും നീ എനിക്കൊരു ഭാഗ്യം തരണേ അല്ലാ, അതിനൊരു ആഫിയത്ത് തരണേ അല്ലാ, ആരോഗ്യം തരണേ അല്ലാ എന്നാണ് ആ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് ആ റമദാനിന് മുമ്പ് അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ എല്ലാവരും എടുത്തിട്ട് വേണം അസ്സലാമു അലൈക ശഹ്റ റമദാൻ അഹ്ലൻ യാ റമദാൻ എന്ന് പറഞ്ഞിട്ട് ആ റമദാനിനെ നമുക്ക് വരവേൽക്കേണ്ടത്. അതിനുള്ള ഭാഗ്യവും അതിനുള്ള തൗഫീഖും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുകയും അല്ലാഹ്ക്ക് പൊരുത്തപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു റമദാനെ വരവേൽക്കുവാനും ആ റമദാനിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി പൂർത്തീകരിക്കുവാനും അതിലൂടെ റമദാൻ നമുക്ക് നാളെ ആഖിറത്തിൽ സാക്ഷ്യം വഹിക്കുന്ന, അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്ന റമദാനിന്റെ പ്രവൃത്തി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കാഴ്ചവെക്കാനും അവസാനം ആ റമദാനിനോടൊപ്പം സ്വർഗത്തിൽ പോകാനും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ രോഗങ്ങൾ കാരണമായ ഇബാദത്തുകൾക്കോ റമദാനിനോ നോമ്പിനോ ഒരു തടസ്സമുണ്ടാകാത്ത നിലയിൽ പരിശുദ്ധമായ റമദാനിനെ പൂർത്തീകരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ പറയപ്പെട്ട വിഷയങ്ങൾ നിങ്ങളെക്കാളേറെ എന്റെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമുക്ക് ഓരോരുത്തർക്കും ഇത് പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.